വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിആർ സ്പീച്ച് ആൻഡ് ആക്ട്സ്. ലക്ഷ്യമാണോ മാർഗമാണോ നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായും ലക്ഷ്യം തന്നെയാണ്. മാർഗം ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്ര മാത്രമാണ്. ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം 4 പടികൾ അല്ലെങ്കിൽ 4 കവാടങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏത് കവാടമാണ് ഏത് പടിയാണ് നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും 4 പടികളും നല്ലതാണ്. നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ കവാടം ഏതാണ്, അതിലൂടെ നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. അപ്പൊ ഏറ്റവും പ്രധാനം ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്നതാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 2 സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടി. അപ്പോൾ ആദ്യത്തെ സുഹൃത്ത് ചോദിച്ചു, നീ എങ്ങോട്ട് പോകുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു, അവിടെ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്, അതൊന്ന് കേൾക്കണം. അപ്പോൾ മറ്റേ സുഹൃത്തിനോട് ചോദിച്ചു, നീ എങ്ങോട്ട് പോകുന്നു? പറയൂ, നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം, ഞാനൊരു സ്ത്രീയുമായി സംഗമിക്കാൻ പോകുന്നു. അപ്പോൾ മറ്റേ സുഹൃത്ത് പറഞ്ഞു, നീ എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്? നീ ക്ഷേത്രത്തിലേക്ക് വരൂ, നീ ഭാഗവത സപ്താഹം കേൾക്കൂ. അപ്പോൾ മറ്റേ സുഹൃത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, ഞാൻ ആ സ്ത്രീയുമായി സംഗമിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു സുഹൃത്ത് വേശ്യാലയത്തിലേക്കും മറ്റേ സുഹൃത്ത് ഭാഗവത സപ്താഹം കേൾക്കുന്നതിനും വേണ്ടി പോകുന്നു. ഭാഗവത സപ്താഹം കേട്ട സുഹൃത്ത് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് ഈ ഭാഗവത സപ്താഹമൊക്കെ കേട്ടിട്ട് എനിക്ക് എന്ത് കാര്യം? എനിക്ക് ആ സുഹൃത്തിന്റെ കൂടെ പോകാമായിരുന്നു, ആ സ്ത്രീയുമായി സംഗമിക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ തന്റെ സുഹൃത്തും സ്ത്രീയുമായിട്ടുള്ള രതിക്രീഡകളിലൊക്കെ മുഴുകി നിന്നു. അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അതേസമയം മറ്റേ സുഹൃത്ത് ആ സ്ത്രീയുമായി സംഗമിച്ചതിനു ശേഷം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, താൻ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ലായിരുന്നു. തന്റെ മനസ്സും ശരീരവും ഒക്കെ അശുദ്ധിയായി. അദ്ദേഹം ദൈവത്തോട് തെറ്റു പറഞ്ഞു, ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ താൻ ഏർപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ തെറ്റുകൾ ഓരോന്നും ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്ഷമ ചോദിച്ചു. അദ്ദേഹം നാമം ജപിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഇത്തരത്തിലുള്ള ആ കാര്യങ്ങൾ ഉണ്ടാക്കിയ ആ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു കടക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു 2 പേരും മരണപ്പെട്ടു, യമലോകത്തെത്തി. അവിടെ നരകത്തിന്റെ സെക്യൂരിറ്റിക്കാരൻ ക്ഷേത്രത്തിൽ പോയി ഭാഗവത സപ്താഹം കേട്ട ആ സുഹൃത്തിനെ നരകത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അതേസമയം സ്ത്രീയുമായി സംഗമിച്ച സുഹൃത്തിനെ സ്വർഗത്തിലേക്കും പിടിച്ചുകൊണ്ടുപോയി. അതേസമയം ക്ഷേത്രത്തിൽ പോയ ഭാഗവത സപ്താഹം കേട്ട സുഹൃത്തിന് ഭയങ്കരമായി ദേഷ്യം വന്നു. അദ്ദേഹം യമരാജന്റെ അടുത്ത് പോയി യമരാജനോട് പറഞ്ഞു, മിസ്റ്റർ യമരാജൻ, നിങ്ങൾ ഒരുമാതിരി പോക്രിത്തരം കാണിക്കരുത്. ഭാഗവത സപ്താഹം കേട്ട എന്നെ നരകത്തിലേക്കും ആ സ്ത്രീയുമായി സംഗമിച്ച എന്റെ സുഹൃത്തിനെ സ്വർഗത്തിലേക്കും കടത്തിവിട്ടത് വലിയ അന്യായമാണ്. ഇതൊരിക്കലും ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം യമരാജന്റെ അടുത്ത് തട്ടിക്കയറി. അതേസമയം യമരാജൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നീ ക്ഷേത്രത്തിൽ പോയി എന്ന് പറയുന്നത് ശരിയാണ്, ഭാഗവത സപ്താഹം കേട്ടു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ നിന്റെ മനസ്സ് എവിടെയായിരുന്നു? നിന്റെ മനസ്സ് മുഴുവൻ തന്റെ സുഹൃത്തും ആ സ്ത്രീയുമായിട്ടുള്ള ആ രതിക്രീഡയിൽ, അതിലായിരുന്നു നിന്റെ മനസ്സ് മുഴുവൻ. നീ ചിന്തിച്ചു കൊണ്ടിരുന്നത് മുഴുവൻ അതിനെക്കുറിച്ചായിരുന്നു, സ്ത്രീ വിഷയത്തെക്കുറിച്ചായിരുന്നു നിന്റെ ചിന്ത മുഴുവൻ. അതുകൊണ്ട് നിന്റെ മനസ്സും ശരീരവും ഒക്കെ ദുഷിച്ചു കഴിഞ്ഞു. നീ ആത്മീയമായി ഒരു പുരോഗതിയും നിനക്ക് ഭാഗവത സപ്താഹം കേട്ടതുകൊണ്ട് നിനക്ക് ഉണ്ടായിട്ടില്ല. നീ ഇപ്പോഴും സ്ത്രീ വിഷയങ്ങളിൽ തന്നെ മുഴുകി ഇരിക്കുകയാണ്. എന്നാൽ നിന്റെ സുഹൃത്ത്, അദ്ദേഹം സ്ത്രീയുമായി സംഗമിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന് കടുത്ത കുറ്റബോധം തോന്നുകയും അദ്ദേഹം തന്റെ തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറയുകയും മാനസികമായി അദ്ദേഹം ഉയരുകയും ചെയ്തു. നാമം ജപിച്ചുകൊണ്ട്, ആത്മീയമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് അദ്ദേഹം
വളരെയധികം ആത്മീയമായി അദ്ദേഹം വളരെ പുരോഗതി കൈവരിച്ചു. ആത്മീയ ഔന്നത്യം അദ്ദേഹം നേടി. പ്രിയ സുഹൃത്തെ, ഇനി പറയൂ, നീയാണോ നിന്റെ സുഹൃത്താണോ സ്വർഗത്തിലേക്ക് കടക്കുവാൻ കൂടുതൽ അർഹൻ എന്ന് നീ ചിന്തിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപക്ഷെ തിരിച്ചറിവില്ലാത്ത പ്രായത്തിലായിരിക്കാം, അതല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ജീവിതകാലം മുഴുവൻ ആ തെറ്റിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചിട്ടോ അല്ലെങ്കിൽ കുറ്റബോധം തോന്നിയിട്ടോ യാതൊരു കാര്യവുമില്ല. നമുക്കതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ആ തെറ്റുകൾ മനസ്സിലാക്കുകയും ആ തെറ്റിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കുകയും അതുപോലെ ഇത്തരത്തിലുള്ള ആത്മീയപരമായ കാര്യങ്ങളൊക്കെ ഏർപ്പെടുകയും ചെയ്താൽ തീർച്ചയായിട്ടും മാനസികമായി ആത്മീയമായി നമുക്ക് എല്ലാവർക്കും ഉയരാൻ സാധിക്കും. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.